Good morning to all. Today we are going to move on next topic, that is ego defense mechanism. In this chapter we can see meaning of ego defense mechanism and evaluate its role in our everyday life and give examples of defense mechanism, recognize the signs of maladjustment, etc. So, our body is protected from invading organisms' white blood cells or leukocytes. Similarly, the individual also has devices to protect herself against psychological dangers and distress. These protective devices are known as ego defense mechanism, or otherwise known as psychological defense mechanism. When the ego has a difficult time satisfying both the ego and the superego, it employs one of its defense mechanism. Usually, നമ്മുടെ ഈഗോന് any difficulty ഉണ്ടായിട്ടുണ്ടെങ്കിലും for that satisfying both the ego and the superego, അപ്പോഴാണ് എന്തുണ്ടാവുന്നത്, അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഡിഫെൻസ് മെക്കാനിസം നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മളത് ഡിഫെൻസ് മെക്കാനിസം ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ബോഡീൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. നമ്മുടെ മൈൻഡിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം. സോ definition of ego defense mechanism are mostly unconscious reaction that protect an individual from psychological distress and protect her feelings of self-worth. That is the definition of ego defense mechanism. It's a defense mechanism, mostly unconscious reaction. അതൊരു unconscious reaction ആണ്, and that protect individual from any kind of distress. എല്ലാ തരത്തിലുള്ള ഡിസ്ട്രെസ്സിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്ന അൺകോൺഷ്യസ് റിയാക്ഷനെയാണ് നമ്മൾ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ റൈറ്റ് ഇറ്റ്. ഈഗോ ഡിഫെൻസ് മെക്കാനിസം ആർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, മോസ്റ്റ്ലി അൺകോൺഷ്യസ് റിയാക്ഷൻ ദാറ്റ് പ്രൊട്ടക്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്. സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സിൽ നിന്ന് നമ്മളൊരു പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസംസ് ആർ കോൾഡ് ആസ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം. സോ എന്തൊക്കെയാണ് ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. സോ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു ഓൾറെഡി, ഇറ്റ്സ് എ മോസ്റ്റ്ലി അൺകോൺഷ്യസ് റിയാക്ഷൻ. സോ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഈസ് they can operate unconsciously. ഈവൻ നമ്മുടെ കോൺഷ്യസ്നെസ്സിന് പോലും ബാധിക്കുന്നില്ല. അതായത് നമ്മളെ ഇന്നർ മൈൻഡാണ് ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസമൊക്കെ തീരുമാനിക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മളത് ചിന്തിച്ച് തുടങ്ങുമ്പോഴത്തേക്കും, അതായത് നമ്മൾ കോൺഷ്യസ് ആവുന്നതിന് മുമ്പ് തന്നെ മേ ബി നമ്മുടെ മൈൻഡ് അത് അൺകോൺഷ്യസ്ലി സെറ്റിലാക്കിയിട്ടുണ്ടാവും. ദെൻ ദേ ക്യാൻ ഡിസ്റ്റോർട്ട് ട്രാൻസ്ഫോം റിയാലിറ്റി ഇൻ സം വേ. ചില സമയത്ത് നമ്മുടെ റിയാലിറ്റീനെ വരെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള, അതായത് വളച്ചൊടിക്കാനുള്ള ഒരു കഴിവ്, ഒരു കപ്പാസിറ്റി ആ ഈഗോ ഡിഫെൻസ് മെക്കാനിസത്തിനുണ്ട്. മേ ബി അതൊരു മെൻ്റൽ ഒരു എബിലിറ്റി ആയിട്ട് അതിനെ കണക്കാക്കാം. കാരണം നമ്മളെ പല ഡിസ്ട്രെസ്സിൽ നിന്നും നമ്മളെ റിയാലിറ്റിയിൽ പോലും നമ്മളെ നിർത്താതെ നമ്മളെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിലേക്ക് നമ്മൾ ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസം കൊണ്ടുപോകുന്നുണ്ട്. സോ ദേ ആർ പ്രൊട്ടക്റ്റീവ് ഇൻ നേച്ചർ. So, it is protected an individual from psychological distress. So, പലതരം സ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്സിൽ നിന്ന് നമ്മളെ ഈ ഒരു ഈഗോ ഡിഫെൻസ് മെക്കാനിസം നമ്മളെ രക്ഷിക്കുന്നുണ്ട്.
They reduce the distress caused by frustrations and conflicts. ഫ്രസ്ട്രേഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫ്രസ്ട്രേഷനും കോൺഫ്ലിക്ട്സിനെയൊക്കെ പറ്റി പഠിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസും കോൺഫ്ലിക്ട്സ് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സും നമുക്ക് ത്രൂ ദിസ് ഡിഫെൻസ് മെക്കാനിസം വി ക്യാൻ റെഡ്യൂസ് distress caused by frustrations and conflicts. So next characteristic features is they enable the individual to adapt to distressing experience. ചിലപ്പോൾ നമുക്ക് ഈഗോ ഡിഫെൻസ് മെക്കാനിസം ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രെസ് പൂർണ്ണമായിട്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇത്തരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ enable the individual to adapt that situation. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുകയാണ് ഈ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ചെയ്യുന്നത്. സോ ദീസ് ഓൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം. സോ ആദ്യം നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈഗോ ഡിഫെൻസ് മെക്കാനിസം ആർ മോസ്റ്റ്ലി അൺകോൺഷ്യസ് ഇൻ നേച്ചർ, ദെൻ it is a protective in nature, and then they can distort, transform reality in some way, and they reduces the distress caused by frustrations and conflicts, and finally it is enable the individual to adapt distressing situations. So these all are the characteristic features of ego defense mechanism. Next we can move on types of defense mechanism. Mainly 12 defense mechanisms are there. 14 ഉണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം 12 നമ്പേഴ്സ് ആണ് ഇവിടെ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോമ്പൻസേഷൻ, ഡിനയൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഐഡൻറ്റിഫിക്കേഷൻ, ഇൻട്രൊജക്ഷൻ, പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, റിച്വൽ ആൻഡ് അൺഡൂയിങ്, and finally sublimation. These all are the types of defense mechanism. നമുക്ക് ഓരോന്നും നോക്കാം. So first one is compensation. Compensation means overachievement in one area to make up for deficiency of another. When an individual makes an attempt to make up for deficiency by directing his energies to another aspect of his personality in which no deficiency exists, he is using the compensation mechanism. When an individual makes an attempt to make up for a deficiency by directing his energies to another aspect of his personality in which no deficiency exists, he is using the compensatory mechanism. And for example, ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, who does not achieve academic success may work hard and exhibit his ability in sports activities. സോ അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അയാൾക്ക് അയാളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാൾക്കത് കോമ്പൻസേഷൻ ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ഒരു എബിലിറ്റിയിൽ അയാൾ വർക്ക് ഹാർഡ് ചെയ്തിട്ട് അയാളെ സക്സസ് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അതായത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, ആ സ്റ്റുഡൻറ്റിന് ഹൂ ഡസ് നോട്ട് അച്ചീവ് അക്കാദമിക് സക്സസ് മേ വർക്ക് ഹാർഡ് ആൻഡ് എക്സിബിറ്റ് ഹിസ് എബിലിറ്റീസ് ഇൻ സ്പോർട്സ്. അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങളാണെങ്കിലും ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാ ലീവ് എടുത്തു കഴിഞ്ഞാൽ യു ഹാവ് ടു കോമ്പൻസേറ്റ്. നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് അത് നികത്തുന്നുണ്ട്. അപ്പോൾ ആ സാധനം തന്നെയാണ്, ആ ഡിഫെൻസ് മെക്കാനിസം തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ നമുക്ക്. അതായത് നമുക്ക് ഒന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വേറൊന്നിന് അത് കുറച്ചും കൂടി ഉയരത്തിൽ അത് ചെയ്തിട്ട് നമ്മളതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ടഫാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈസിയുള്ള സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. വെൻ യൂസ്ഡ് അപ്രോപ്രിയേറ്റ്ലി, കോമ്പൻസേഷൻ ഇസ് എ ഡിഫെൻസ് മെക്കാനിസം ദാറ്റ് ഹെൽപ്സ് റീഇൻഫോഴ്സ് എ പേഴ്സൺസ് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ഇമേജ്. However, it could become socially harmful
as in case of a physically weak child who turns into bully. പക്ഷേ അത് ചില സമയത്ത് അത് ഓവർ കോമ്പൻസേഷനൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ബി ഹാംഫുൾ. സോ next defense mechanism is rationalization. Rationalization, it is one of the most commonly used mechanism. An individual who is frustrated cannot solve a problem tries to lessen his feelings of anxiety and guilt by using this mechanism. അപ്പോൾ ഈ റാഷണലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കാരണം കാണിക്കലൊക്കെ ഇല്ലേ, ആ സാധനമാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻലി 2 types ഓഫ് റാഷണലൈസേഷൻ ഉണ്ട്. എക്സ്ക്യൂസ് മേക്കിംഗ് ആണ് ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച കോഴ്സ് പഠിക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ഥാപനത്തിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്തു പറയും, അവിടെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, അവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരെ മക്കൾ പഠിക്കുന്നതാണ്, അല്ലെ പൈസ കൊടുത്ത് കയറുന്നതാണെന്ന് പറയും. ആക്ച്വലി മേ ബി അതായിരിക്കില്ല റീസൺ, പക്ഷെ നമ്മൾ കാരണം കാണിക്കുന്നത് എന്തായിരിക്കും. അങ്ങനെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഫുഡ് അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ബാക്കിയായപ്പോൾ നമ്മൾ പറയും, ഇന്ന് ആർക്കും വിശപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആരും കഴിക്കാതിരുന്നത് എന്ന് പറയും. ആക്ച്വലി ചിലപ്പം റീസൺ എന്തായിരിക്കും, നിങ്ങളുണ്ടാക്കിയ ഫുഡിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല, അതായിരിക്കും റീസൺ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിന് കണ്ടുപിടിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എല്ലാത്തിനും നമുക്ക് നമ്മുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് റാഷണലൈസേഷൻ. വൺ ഇസ് സോർ ഗ്രേപ്പ് മെക്കാനിസം ആൻഡ് അനദർ വൺ ഇസ് സ്വീറ്റ് ലെമൺ മെക്കാനിസം. സോർ ഗ്രേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നെയിം ഇസ് ഡിറൈവ്ഡ് ഫ്രം എ ഫാബിൾ അബൌട്ട് ദ ഫോക്സ് who spent a considerable time and effort jumping for some grapes which were beyond his reach. Finally, unable to reach the grapes, he consoled himself by saying, "The grapes are probably too sour. I don't want them anyway." നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവേണ്ട ഒരു കഥയാണ്. ഈ മുന്തിരിക്ക് കുറുക്കൻ ചാടിയിട്ട് കുറേ നേരം ചാടി നോക്കിയിട്ടും കുറുക്കൻ അത് കിട്ടിയില്ല. അപ്പോൾ കുറുക്കൻ എന്ത് പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്? 1ാം ക്ലാസ്സിലെ കുട്ടിയൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെയായി പോവല്ലേ. എന്ത് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്? കൈക്കും മുന്തിരി പുളിക്കും മുന്തിരി എനിക്ക് വേണ്ടെന്ന് പറയും. അതായത് അയാൾക്ക് ചാടി നോക്കിയിട്ട്, ആ ഫോക്സിന് ചാടി നോക്കിയിട്ടും എത്ര ശ്രമിച്ചിട്ടും ആ മുന്തിരി കിട്ടിയിട്ടില്ല. പക്ഷേ അയാൾ ബ്ലെയിം ചെയ്യുന്നത് എന്തിനെയാണ്? ആ മുന്തിരിനെയാണ് ബ്ലെയിം ചെയ്യുന്നത്. ബിക്കോസ് അയാൾക്കത് ഒരു കാരണം കണ്ടുപിടിക്കണമായിരുന്നു. ആക്ച്വലി അയാൾക്കത് കിട്ടാഞ്ഞിട്ടാണ്, അയാൾക്കത് വേണം, അയാൾക്കത് കിട്ടാഞ്ഞിട്ടാണ്. പക്ഷേ ആ ഫോക്സിനത് കിട്ടാതിരിക്കുമ്പോൾ അയാൾ പറയുന്ന ആ റാഷണലൈസേഷൻ ചെയ്യുന്നത് ദാറ്റ് ഗ്രേപ്സ് ആർ ടു സോർ. ചിലപ്പോൾ അത് നല്ല കയ്പുള്ള മുന്തിരി ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടാണ് പോകുന്നത്. ദിസ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് സോർ ഗ്രേപ്സ് മെക്കാനിസം. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ചില സമയത്ത് എക്സാമിനൊക്കെ നമ്മൾ അതായത് ഫെയിലാവുന്ന സമയത്ത് നമ്മൾ എന്തു പറയും, ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരൊക്കെ മറ്റേ കോപ്പി അടിച്ചിട്ടാണ് പാസ്സാവുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതും സോർ ഗ്രേപ്സ് മെക്കാനിസമാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് സ്വീറ്റ് ലെമൺ മെക്കാനിസം. Unlike the sour grape mechanism, this type of rationalization involves a person's overacting his circumstances to protect his ego from bruising. A person who lives in a small house because of financial constraints may extol the virtue of small house by saying that they are much more comfortable than big house. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ് സ്വീറ്റ് ലെമൺ മെക്കാനിസം എന്ന് പറയുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ സോർ ഗ്രേപ്പ് മെക്കാനിസം. സോർ ഗ്രേപ്പ് മെക്കാനിസത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ സ്വീറ്റ് ലെമൺ മെക്കാനിസം എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻ സ്വീറ്റ് ലെമൺ മെക്കാനിസത്തിൽ പറയുന്നത്
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്ക് ഇപ്പം നമുക്ക് താമസിക്കാൻ ചെറിയ വീടാണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്തു പറയും? ചില ആൾക്കാർ പറയുമോ ചെറിയ വീട്ടിൽ താമസിക്കുന്നതിൻ്റെ സുഖമൊന്നും ഒരു കുഞ്ഞു കുടിലിൽ താമസിക്കുന്ന സുഖമൊന്നും ഒരിക്കലും ഒരു ബംഗ്ലാവിലും കിട്ടാൻ പോണില്ല എന്ന് പറയും. ആക്ച്വലി അയാൾക്ക് വലിയ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷെ പറയുന്നത് അവനവനുള്ളത് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളൊരു മെക്കാനിസമാണ്. ബാക്കിയുള്ളവരെ വില കുറച്ച് കാണിച്ചിട്ട്. അപ്പോൾ മറ്റേ സോർഗ്രേപ്പ് മെക്കാനിസത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത സാധനത്തിനെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതായിരുന്നു. ഇവിടെ നമുക്ക് കിട്ടിയ സാധനത്തിന് എന്ത് ചെയ്യുന്നു? സ്വീറ്റ് ലെമൺ, മധുരിക്കുന്ന, നമ്മളെ കയ്യിലുള്ളത് മധുരമുള്ളതാണ് എന്നുള്ള ഒരു മീനിങ്. ദ നെക്സ്റ്റ് വൺ ഇസ്, ഇത് രണ്ടും റാഷണലൈസേഷൻ തന്നെയാണ്, രണ്ടും റീസൺ കണ്ടുപിടിക്കുന്നത് തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇസ് projection. Projection is a psychological defense mechanism in which individuals attribute characteristics they find unacceptable in themselves to another person. For example, a husband who has a hostile nature might attribute his hostility to his wife and say she has an anger management problem. So